കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായിരുന്ന ഒരു മണ്ഡലം പിന്നീട് ആ മണ്ഡലം ഇടത്തോട്ട് ചെരിഞ്ഞു. പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ലയിലെ താനൂരിനെ കുറിച്ചാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും സുപ്രധാനമായ ഒരു മണ്ഡലമാണിത്. മണ്ഡലം നിലവിൽ വന്നതു മുതൽ കോണി മാത്രം കയറിയിരുന്ന താനൂരുകാർ 2016 കോണിയിൽ നിന്ന് ഇറങ്ങിയത്. മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടവും അന്നായിരുന്നു. 2 തവണ MLA ആയിരുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരാജയപ്പെടുത്തി ഇടത് സ്വതന്ത്രനായ വി അബ്ദുറഹ്മാൻ ജയിച്ചു. ലീഗിന് സർവാധിപത്യമുണ്ടായിരുന്ന താനൂരിന്റെ തീരദേശ മണ്ണിൽ 4918 വോട്ടിനായിരുന്നു വി അബ്ദുറഹ്മാന്റെ വിജയം. 2021 ജയം ആവർത്തിച്ചു. മുസ്ലിം ലീഗിന്റെ PK ഫിറോസിനെ 985 വോട്ടിന് തോൽപ്പിച്ചായിരുന്നു ആ ജയം. ഇപ്പോഴിതാ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ മന്ത്രിമണ്ഡലം നിലനിർത്താൻ LDFും കോണി വിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ UDFും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ താനൂരിന്റെ മണ്ണിൽ ഇത്തവണ രാഷ്ട്രീയ കാറ്റ് ആഞ്ഞു വീശുമെന്നത് ഉറപ്പാണ്. പക്ഷേ മണ്ഡലം നിലനിർത്താനുള്ള LDFിന്റെ ശ്രമങ്ങൾ ഇത്തവണ ഫലം കാണില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. തങ്ങളുടെ ഉറച്ച കോട്ടയായ മണ്ഡലത്തിലെ തിരിച്ചടി ലീഗ് നേതൃത്വത്തിനും ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ താനൂർ തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തെയും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെയും ശ്രദ്ധേയനായ യുവ നേതാവ് PK നവാസിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. താനൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതുചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് ലീഗിന്റെ കരുത്തനായ യുവ നേതാവ് PK നവാസ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ നേരിട്ട് ജനവിധി തേടുന്നുവെന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത കൂടിയാണ്. കേവലം ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി കാലഘട്ടം ആവശ്യപ്പെടുന്ന യുവത്വത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെയും തികഞ്ഞ മാതൃകയായാണ് 35-കാരനായ നവാസ് താനൂരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ എത്തുന്നത്. MSF ചേർന്നൂർ യൂണിറ്റ് സെക്രട്ടറിയിൽ തുടങ്ങി യൂത്ത് ലീഗിന്റെയും MSFന്റെയും ഗ്രാമമണ്ഡലം തലങ്ങളിലെ നിരവധി പദവികൾ വഹിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നേടിയെടുത്തതാണ് ഈ മികച്ച സംഘാടന പാടവം. താഴെത്തട്ടിൽ പരുവപ്പെട്ടെടുത്ത ആ അനുഭവ കരുത്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ MSF നേതാവെന്ന സമാനതകളില്ലാത്ത നേട്ടത്തിലേക്ക് നവാസിനെ നയിച്ചത്. സംസ്ഥാന ഭരണകൂടവും സർവകലാശാല അധികാരികളും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നിരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ പോലും വകഞ്ഞുമാറ്റിയാണ് നവാസ് കലാലയങ്ങളിൽ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് പോരാടിയത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളിലും സർവകലാശാല ഭരണത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾക്കുമെതിരെയും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നവാസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. സമാനതകളില്ലാത്ത ഈ സംഘാടക മികവിലൂടെ കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ MSFന് സ്വന്തമാക്കി കൊടുക്കാനും ചരിത്രത്തിൽ ആദ്യമായി കേരള സർവകലാശാല സെനറ്റിൽ ലീഗിന് അക്കൗണ്ട് തുറക്കാനും നവാസിന് സാധിച്ചു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അചഞ്ചലമായ ഈ നേതൃപാടവത്തിനുള്ള വലിയ അംഗീകാരമായാണ് 2025 അദ്ദേഹത്തെ CH മുഹമ്മദ് കോയ വിഷണറി ലീഡർ പുരസ്കാരം തേടിയെത്തിയത്. സമരമുഖങ്ങളിലെ തീപ്പൊരി നേതാവ് എന്നതിലുപരി മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ജനപ്രതിനിധി കൂടിയാണ് നവാസ്. BCom, MCom, MBA ബിരുദങ്ങൾക്ക് ശേഷം നിയമപഠനം കൂടി നടത്തുന്ന ഈ യുവ നേതാവ് ആധുനിക താനൂരിന് ഏറ്റവും അനുയോജ്യനായ ജനപ്രതിനിധി കൂടിയാണ്. മണ്ഡലത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ പ്രൊജക്ടുകൾക്ക് കൃത്യമായ രൂപരേഖ തയ്യാറാക്കാനും നിയമപരമായ തടസ്സങ്ങളില്ലാതെ അവ അതിവേഗം നേടിയെടുക്കാനും ഈ അറിവ് വലിയ മുതൽക്കൂട്ടാകുമെന്നത് ഉറപ്പാണ്. പാരമ്പര്യത്തിന്റെ കരുത്തും പുതിയ കാലത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും സമന്വയിക്കുന്ന നവാസിലൂടെ താനൂർ പുരോഗതിയുടെ പുതിയ പടവുകൾ കയറുമെന്നത് ഉറപ്പാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റായ താനൂർ തിരിച്ചു പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം പേർന്ന നവാസിന് യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ടീം UDFന്റെ പ്രതീക്ഷ. അതേസമയം താനൂരിൽ ഇത്തവണ LDF രംഗത്തിറക്കിയിരിക്കുന്നത് ടീം മുഹമ്മദ് സമീറിനെയാണ്. നിലവിലെ സിറ്റിംഗ് MLA ആയ അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മത്സരിക്കാനില്ല എന്ന് LDF നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് LDF ടീം മുഹമ്മദ് സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ മണ്ഡലം നിലനിർത്താൻ മുഹമ്മദ് സമീറിന് സാധിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന താനൂർ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 32,166 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആധിപത്യം UDFന് തന്നെയാണ്. താനൂർ നഗരസഭയും താനാളൂർ, പൊന്മുണ്ടം, ഒഴൂർ, നിറമരുതൂർ, ചെറിയമുണ്ടം എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് താനൂർ മണ്ഡലം. ഇതിൽ താനാളൂരിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും UDFന് അനുകൂലമാണ്. ഈ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഫലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ UDFന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.